ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭരണി നക്ഷത്രത്തെ പറ്റിയാണ്. ഭരണി നക്ഷത്രം മേടക്കൂറിലാണ് ഉണ്ടാവുക. മേടക്കൂറിൻ്റെ രാശിയുടെ അധിപനായിരിക്കുന്ന ഗ്രഹം ചൊവ്വ, ദശാനാഥനായ ഗ്രഹം ശുക്രൻ, അതുപോലെ മേടരാശിയുടെ ഉച്ചസ്ഥനായിരിക്കുന്ന ആദിത്യൻ, അങ്ങനെ 3 ഗ്രഹങ്ങളുടെയും സമ്മിശ്ര സ്വഭാവം ഉൾപ്പെട്ടവരാണ് ഭരണി നക്ഷത്രക്കാർ. നല്ല തേജസ്സും ചൊവ്വയുടെ സ്വാധീനമുള്ളതുകൊണ്ട് തേജസ്സും ധൈര്യവും ബലവും സാഹസ സ്വഭാവങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് ഭരണി നക്ഷത്രക്കാർ. ഇത് ഒരു മനുഷ്യകര നക്ഷത്രമാണ്, കൂടാതെ പുരുഷ നക്ഷത്രം കൂടിയാണ്. ആദ്യത്തിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ദൃഢനിശ്ചയം, രാജകീയ പ്രൗഢി, ഒരു മേധാവിത്വം, ഒരു മേൽക്കോയ്മ സ്വഭാവം, നിയന്ത്രണ സ്വഭാവം മുതലായ ഗുണവിശേഷങ്ങൾ ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ലഗ്നാധിപത്യം വഹിച്ചിരിക്കുന്ന ഗ്രഹം ചൊവ്വ സാഹസകർമ്മങ്ങളിലും ദൃഢനിശ്ചയങ്ങളിലും പല കാര്യം വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം ചിന്തിക്കുന്ന സ്വഭാവം കൂടി ഉള്ളവരാണ്. ശുക്രൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് കലാകാരന്മാരായിട്ടും സ്നേഹത്തോടെ പെരുമാറുകയും റൊമാൻറ്റിക് ലൈഫ് ബന്ധം പുലർത്തുന്ന ആൾക്കാരും കൂടിയായിരിക്കും. പങ്കാളിയോട് വളരെ സ്നേഹത്തോടെ പെരുമാറുകയും അവനവൻ്റെ ജീവിതത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. പെട്ടെന്നൊരു കോപസ്വഭാവം കാണിക്കുമ്പോൾ പോലും നിഷ്കളങ്ക സ്വഭാവമുള്ളവരാണ് ഇവർ. നല്ല നിസ്വാർത്ഥ സേവനവും ആത്മാർത്ഥതയും ഉള്ളവരാണ്. കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാനും ഇവർ സദാ സന്നദ്ധരായി തീരുന്നതാണ്. പല കാര്യങ്ങൾക്കും പരാജയപ്പെടുമെന്ന് തോന്നുമെങ്കിൽ തന്നെയും അതൊക്കെ വിജയത്തിലെത്തിക്കുന്നതിനായിട്ട് ഒരുപാട് പരിശ്രമം ചെയ്യാൻ ഇവർ ഉത്സാഹിക്കാറുണ്ട്. തുടക്കത്തിൽ കുറേയധികം വിഷമമുണ്ടെങ്കിൽ തന്നെയും 33 വയസ്സിന് ശേഷം 40 വയസ്സ് വരെ കുറേ ദുരിതങ്ങളാണ് ഇവരെ തേടിയെത്തുക. എന്നാൽ 40 വയസ്സിന് ശേഷം ഒരുപാട് ഉയർച്ചകളും സാമ്പത്തിക നേട്ടങ്ങളും ഇവർ കൈവരിക്കുന്നതായിരിക്കും. നിശ്ചയദാർഢ്യമുള്ള ആൾക്കാരാണ്. സ്നേഹ സ്വഭാവത്തോടു കൂടി പെരുമാറുന്നതിന് ഒരുപാട് സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ പോലും ഉള്ള ആൾക്കാരെ പവിത്രമായ ബന്ധത്തോടുകൂടി നിലനിർത്തുന്നതായിരിക്കും. കലാകാരപരമായിരിക്കുന്ന കാര്യങ്ങൾ കഴിവുണ്ടായിത്തീരുക. ചൊവ്വയുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ നീതിന്യായ വകുപ്പിലെ ജോലി, അതുപോലെ തന്നെ സൈക്കോളജി, അസ്ട്രോളജി മുതലായ രംഗത്തിൽ വിജയിക്കാനുള്ള സാധ്യത എല്ലാം തന്നെ ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും. കർമ്മത്തിൽ ഒരുപാട് നേട്ടം ഉണ്ടാക്കാനുള്ള സ്വഭാവം ഉണ്ടാകുന്നതാണ്. എല്ലാവരും സരസമായി സംസാരിക്കാനും പെരുമാറാനും ഇവർക്ക് സാധിക്കുന്നതാണ്. ഒരു നിഷ്കളങ്കമായിരിക്കുന്ന രീതിയായിക്കൊണ്ടായിരിക്കുക. കള്ളം പറഞ്ഞുകൊണ്ട് നേട്ടം ഉണ്ടാക്കുന്നതിനോ മറ്റുള്ളവരുടെ സമ്പാദ്യം അപഹരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയില്ല. എല്ലാ കാര്യവും ഭംഗിയായിട്ടാണ് കാര്യം നടത്തിക്കൊണ്ട് പോവുക. കുടുംബസ്നേഹിയായിരിക്കും. പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന സ്വഭാവം കൂടിയുണ്ട്. പുറമേ വളരെ നല്ല സ്വഭാവക്കാരായിരിക്കും. എന്നാൽ സ്വന്തം കുടുംബത്തിൽ പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, കോപത്തോട് സംസാരിക്കുക മുതലായ സ്വഭാവം കാണിക്കുന്നതായിരിക്കും. നിസ്വാർത്ഥ സേവനം ചെയ്യുകയും പല ഗുണഫലങ്ങൾ ഇവരെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. ഇനി 2026 ഫെബ്രുവരി മാസം മുതൽ ഇവിടെ ഫലം എന്താണെന്ന് പരിശോധിക്കാം. 2026 ഫെബ്രുവരി മാസം മുതലുള്ള ഫലങ്ങൾ വളരെ ഉന്നതമായിരിക്കുന്നതാണ്. എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരാൻ സാധ്യത വന്നു ചേരുന്നതാണ്. ലഗ്നാധിപത്യം വഹിച്ചിരിക്കുന്ന ചൊവ്വ രുചക മഹായോഗത്തിൽ നിൽക്കുന്നതായതുകൊണ്ട് കാര്യസാധ്യം, കർമ്മവിജയം മുതലായ ഗുണഫലം ഉണ്ടാകുന്നതാണ്. വളരെ കാലമായിട്ട് വിചാരിച്ചിരുന്ന പല കർമ്മത്തിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ കർമ്മത്തിന് ഉയർച്ചയും ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ശുക്രൻ 9ാം രാശി നിൽക്കുന്നതായതുകൊണ്ട് ഭാഗ്യാഭിവൃദ്ധി ഉണ്ടായിത്തീരുകയും ചെയ്യുന്നതാണ്. അപ്രതീക്ഷിത ധനസമ്പാദനം വന്നു ചേരാൻ സാധിക്കുന്നുണ്ട്. മുന്നിൽ നിൽക്കുന്ന വ്യാഴം നല്ല ഗുണം ചെയ്യുന്നുണ്ട്. സഹോദരന്മാരിൽ നിന്നുള്ള അപ്രതീക്ഷിത സഹായങ്ങൾ, സുഹൃത്തുക്കളിൽ നിന്നുള്ള ഗുണഫലങ്ങൾ ഇത് ഇവരെ തേടിയെത്തുന്നതായിരിക്കും. ആരോഗ്യപരമായ രീതിയിലൊക്കെ ജീവിക്കാൻ സാധിക്കുന്ന അവസ്ഥ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ്. പെട്ടെന്ന് ഈ 2026 എന്തായാലും വളരെ മെച്ചപ്പെട്ട ഒരു വർഷമാണ് 2025 അപേക്ഷിച്ചിട്ട്. കുടുംബസ്ഥാനത്തുമായിരിക്കുന്ന കർക്കിടക രാശിയിലേക്ക് ചൊവ്വയുടെ വീക്ഷണം വരുന്നതുകൊണ്ട് കുടുംബത്തിൻ്റെ മാറ്റങ്ങളും ഈ കാലങ്ങളിൽ സംഭവിക്കുന്നതാണ്. വളരെ കാലമായിട്ട് ഗൃഹനിർമ്മാണത്തിന് തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ആ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും ഉദ്ദേശിച്ച ഭൂമി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനുള്ള സാധ്യത വരികയും ചെയ്യുന്നുണ്ട്. അതായത് ഭൂമി മുഖാന്തരമുള്ള ലാഭം സിദ്ധിക്കുന്നതായിരിക്കും. അങ്ങനെ സർവ്വപ്രകാരത്തിലും ഒരു അനുകൂല സമയമാണ് 2026 ജനുവരി മാസം മുതൽ, അതായത് പ്രത്യേകിച്ച് ഫെബ്രുവരി മാസം മുതലുള്ള സമയത്തിൽ. എന്നാൽ ചില ശാരീരിക ക്ലേശങ്ങളും ഉണ്ടാകുന്നുണ്ട്. രക്തസംബന്ധിച്ച ചില രോഗദോഷങ്ങൾ, പ്രഷർ മുതലായ രോഗദോഷങ്ങൾ, അതുപോലെ തന്നെ പ്രമേഹം മുതലായ രോഗങ്ങൾ ഇതൊക്കെ വന്ന് ചേരാൻ സാധ്യതയും. പൊതുവേ ഭരണി നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ ഞരമ്പ് സംബന്ധമായ രോഗദോഷങ്ങൾ മുതലായ കാര്യങ്ങളൊക്കെ വന്നു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പല കാര്യങ്ങൾക്കും വേണ്ടത്ര ശ്രദ്ധ അവർ കൊടുക്കാറില്ല, പ്രത്യേകിച്ച് ആരോഗ്യ വിഷയങ്ങളിൽ. മറ്റുള്ളവരെ നിർബന്ധിച്ചാലും അതിന് വേണ്ട പ്രാധാന്യം കൊടുക്കാറില്ല. അക്ഷീണം പ്രയത്നിച്ചുകൊണ്ട് നേട്ടം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ പോലും എപ്പോഴും അത് വിജയത്തിലെത്തിക്കണമെന്നില്ല. സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അത് ചില ശത്രുക്കളെ ഉണ്ടാക്കുന്നതിന് കാരണമായി തീരുന്നതാണ്. അതുകൊണ്ട് പറയുന്ന കാര്യം വളരെ ആലോചിച്ച് പറയുകയും, കാര്യം ഇവിടെ പറയുന്ന കാര്യം വളരെ കറക്റ്റായിരിക്കും എങ്കിൽ പോലും അത് കേൾക്കുന്ന ആൾക്കാർക്ക് അത് അത്ര രസകരമായി തോന്നുകയില്ല. അതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുപാട് ജീവിത വിജയം നേടാൻ സാധിക്കുന്നതായിരിക്കും. നഷ്ടപ്പെടുന്ന സ്ത്രീകൾക്കാണെങ്കിലും നല്ല കുടുംബ ജീവിതത്തിനുള്ള പ്രാധാന്യം ഉണ്ടാക്കിത്തീരുകയും പങ്കാളിയോട് വളരെ സ്നേഹത്തോടെ പെരുമാറുകയും
കാര്യങ്ങളിൽ ഗൗരവത്തോടെ പ്രവർത്തിക്കാനും കുടുംബത്തിലെ എല്ലാ കാര്യം ഭംഗിയായിട്ട് നിലനിർത്തിക്കൊണ്ടുപോകാനും സ്ത്രീകൾക്ക് സാധിക്കുന്നതാണ്. രൂപഭംഗിയിലും പെരുമാറ്റത്തിലും കുലീനതപ്പെടുത്തുന്ന സ്ത്രീകളായിരിക്കും ഭരണി നക്ഷത്രക്കാർ. ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുള്ള ജീവിതമാർക്കും ഇവർക്കുണ്ടായിത്തീരുക. നല്ല സത്സന്താനം ഉണ്ടായിത്തീരുകയും സന്താനങ്ങളെ കൊണ്ട് ഗുണഫലങ്ങൾ ഒരു അനുഭവിക്കുകയും ചെയ്യുന്നതായിരിക്കും. എല്ലാ പ്രകാരത്തിലും 2026 ഗുണഫലങ്ങളാണ് ഇവരെ തേടിയെത്തുന്നത്. ദോഷഫലങ്ങൾക്കുള്ള പരിഹാരമായിട്ട് ദേവീക്ഷേത്രത്തിലെ പരിഹാരങ്ങളും ശിവക്ഷേത്ര പരിഹാരം ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ഇതെല്ലാം ചെയ്തുകൊണ്ടാൽ എല്ലാ കാര്യങ്ങളും സഫലമായി തീരുകയും ജീവിതത്തിൽ ഉന്നത വിജയം നേടാൻ ഇവർ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇത്രയുമാണ് ഭരണനക്ഷത്രത്തെ സംബന്ധിച്ചിട്ട് പറയാനുള്ളത്. നമസ്കാരം.